ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല ലെയറുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടാറില്ലേ? ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും അത് റബ്ബർ പോലെ വലിയുന്നുണ്ടോ? എങ്കിൽ ഇനി ആ പേടി വേണ്ട കേട്ടോ. മാവ് കുഴയ്ക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു ചെറിയ വിദ്യ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബലൂണ് പോലെ വീർത്ത് വരുന്ന മണിക്കൂറുകളോളം സോഫ്റ്റായി ഇരിക്കുന്ന ബബിൾ ചപ്പാത്തി ഇനി ആർക്കും സിമ്പിളായി വീട്ടിൽ റെഡിയാക്കാം. എന്നാൽ പിന്നെ റെസിപ്പിയിലോട്ട് പോകാമല്ലേ? ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ. നമുക്കൊന്ന് അരിച്ചെടുത്താൽ അത്രയും ബെറ്ററാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതുപോലെ 1 ടീസ്പൂണോളം നമുക്ക് ഓയിലും ചേർത്തി കൊടുക്കാം. ഏത് ഓയിലും ചേർക്കാം. ഇനി നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം. എന്നിട്ട് നമ്മുടെ പൊടിയിലോട്ട് നമുക്കിത് കുറച്ചായിട്ട് ചേർത്തി കൊടുക്കാം. ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ എണ്ണ ചേർക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ ഒരുപോലെ എത്താൻ ഇത് സഹായിക്കും. ഇത് ചപ്പാത്തിക്ക് നല്ലൊരു തിളക്കം നൽകാനും കൂടുതൽ സമയം അത് ഡ്രൈ ആകാതെ സോഫ്റ്റായി ഇരിക്കാനും സഹായിക്കുന്ന ഒരു കൊച്ചു വിദ്യയാണ് ഇത്. അപ്പോൾ ഇതാ നമുക്ക് പൊടിയിൽ നന്നായിട്ട് വെള്ളമൊക്കെ നമുക്കൊരു പാകത്തിന് അറിയാമല്ലോ. അതുപോലെ ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൂടുതൽ നേരം നമ്മൾ പത്തിരി കുഴക്കുന്ന പോലെയൊന്നും നമുക്ക് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ബോൾസായി എടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ആ പ്രധാന ടിപ്പ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി ഇട്ടാണല്ലോ പരത്താറുള്ളത്. എന്നുള്ളതിന് പകരം അല്പം അരിപ്പൊടി തൂവി ഒന്ന് പരത്തി നോക്കൂ. അരിപ്പൊടി ഉപയോഗിക്കുമ്പോൾ മാവ് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കോലിലോ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നൈസായിട്ട് ഒരേ കനത്തിൽ ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റും. അരിപ്പൊടി തൂവി പരത്തിയാൽ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നല്ല വെളുത്ത നിറത്തിലും കൂടുതൽ സോഫ്റ്റായും കിട്ടും. ഇതാ ഇതുപോലെ വശങ്ങളൊന്നും പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ള 1-2 ടിപ്പൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചപ്പാത്തി ഇതാ നല്ല ബബിളായിട്ടും നല്ല സോഫ്റ്റായിട്ടും നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മുടെ ബാക്കി വന്ന നമ്മുടെ ബോൾസുകളും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ചുടാൻ എടുക്കുമ്പോൾ പാൻ നല്ല പോലെ ചൂടായിരിക്കണം. നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ പുറത്ത് നമുക്കൊരു ആവി വരുമല്ലോ, അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ചുട്ടെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചെറിയ നമുക്കിങ്ങനെ കുമിളകൾ നമ്മുടെ ചപ്പാത്തിയിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി സിമ്പിളാണ് കേട്ടോ. ഇനി നമ്മുടെ ചട്ടുക ഒന്ന് മുകളിൽ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ ബബിൾ ചപ്പാത്തി ആയിട്ട് റെഡിയായി കിട്ടും. ഇങ്ങനെ നമ്മുടെ ബാക്കി വന്ന നമ്മുടെ ചപ്പാത്തികളെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ സിമ്പിളാണല്ലോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ബബിൾ ചപ്പാത്തി ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒന്നെടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ എത്രത്തോളം സോഫ്റ്റ്നെസ് ആണെന്നും ഇതാ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതാട്ടോ നമ്മുടെ ബബിൾ ചപ്പാത്തി ആയതുകൊണ്ട് നമുക്ക് ലെയറായിട്ട് നമുക്കിതാ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ. നല്ല പോക്കറ്റ് പോലെ ഉണ്ടല്ലേ. നമ്മുടെ ബബിൾ ചപ്പാത്തിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കോമ്പിനേഷനാണ് ഒരു കിഴങ്ങ് കറി ഉണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഹോട്ടൽ സ്റ്റൈലിൽ എങ്ങനെ നല്ല കുറുകിയ കിഴങ്ങ് കറി ഉണ്ടാക്കാം എന്ന് നോക്കാം. ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, പൂരിയുടെ കൂടെയും ഇത് സൂപ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് കിഴങ്ങ് ചെറുതായി കട്ടാക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ നമുക്കൊരു സവാളയും ചെറുതായി കട്ടാക്കി എടുക്കാം കേട്ടോ. നീളത്തിൽ കട്ടാക്കി എടുക്കാം. ഇനി നമുക്കൊരു കുക്കറിലോട്ട് ചേർത്തി കൊടുത്തിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം നമ്മുടെ ചിക്കൻ മസാല കേട്ടോ. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്താം. പിന്നെ നമുക്ക് ഒരു പച്ചമുളകും ചേർത്തി കൊടുക്കാം. എന്ന് വെച്ചാൽ ഞാൻ കട്ടാക്കാതെ കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് എരിവൊന്നും ഇഷ്ടമുണ്ടായിരിക്കില്ലല്ലോ മക്കൾക്ക്. അപ്പോൾ നമുക്ക് ഇതാ ഒരു പച്ചമുളക് ഇങ്ങനെ നേരിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 വിസിലടിക്കാൻ ഒന്ന് വെയിറ്റ് ആക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്കിതാ ഒരു അരപ്പും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്തി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം.
അപ്പോഴേക്കും നമ്മൾ ഇതാ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയറൊക്കെ പോയി തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പച്ചമുളക് നമുക്ക് തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കുള്ള കിഴങ്ങ് ഉണ്ടല്ലോ അത് എല്ലാതും വേണ്ട, ചില കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടി രൂപത്തിലാക്കി എടുക്കാം. ഇനി നമ്മുടെ തേങ്ങ അരപ്പും കൊണ്ട് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് യോജിപ്പിക്കാം. വീണ്ടും നമ്മുടെ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ചുവറ്റി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരിക വേണ്ടുള്ളൂ. കൂടുതൽ തിളക്കണ്ട കേട്ടോ, നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോഴേക്കും നമുക്കിതാ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്തി കൊടുക്കാം. വീണ്ടും മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതാ ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു താളിപ്പും കൂടി ഉണ്ട് കേട്ടോ. ഒരു 6-7 അല്ലി നമ്മുടെ ചുവന്നുള്ളി ചെറുതായി കനം തുറച്ച് കട്ടാക്കിയതാണ്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കറിവേപ്പില മല്ലിയിലൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ഇല്ലാത്ത കാരണം നമ്മൾ ചേർത്തി കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റും കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിയിലോട്ട് ഒഴിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ബബിൾ ചപ്പാത്തിയും കിഴങ്ങ് കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ചപ്പാത്തി സോഫ്റ്റായി ആകാത്തവർ തീർച്ചയായും മാവ് കുഴയ്ക്കുന്ന രീതിയും പരത്തുമ്പോൾ അരിപ്പൊടി ഉപയോഗിക്കുന്ന ടിപ്പും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.